എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്പാഡി ടോക്സിലേക്ക് സ്വാഗതം. വയനാട് തുരങ്കപാതയും കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തവും. വയനാട് തുരങ്കപാത 2025 ആഗസ്റ്റ് 31 വയനാട് തുരങ്കപാത പദ്ധതി അന്നത്തെ ഗവൺമെൻറ് ആരംഭിച്ചത്. എന്താണ് വയനാട് തുരങ്കപാത? എന്തായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ലക്ഷ്യം? ആരെല്ലാമാണ് ഈ നിർമ്മാണത്തിന് പിന്നിൽ? വാ നോക്കാം. താമരശ്ശേരി ചുരത്തിന് ബദലായി തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ തൊട്ട് വയനാട് കള്ളാടി വരെ എത്തുന്ന തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. തുരങ്കപാതയുടെ നിർമ്മാണ ലക്ഷ്യം വയനാട്ടിലേക്കുള്ള യാത്ര സുഗമമാക്കുക, താമരശ്ശേരി ചുരത്തിലെ നിരന്തര ഗതാഗത കുരുക്കുകളെ മറികടന്ന് യാത്ര വളരെ എളുപ്പമാക്കുക, കൂടാതെ ചരക്ക് ഗതാഗതം വളരെ വേഗത്തിലാക്കുക എന്നിവയെല്ലാമാണ് ഈ നിർമ്മാണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. തുരങ്കപാതയുടെ നിർമ്മാണ ചുമതലയും മേൽനോട്ടവും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനും കേരള പൊതുമരാമത്ത് വകുപ്പിനുമാണ്. ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് ആണ്. ഏകദേശം 1341 കോടി കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 4 വർഷം നീണ്ടു നിൽക്കുന്ന കരാറാണ് ഇത്. ഏകദേശം 2134.5 കോടി ചെലവഴിക്കുന്ന ഈ പദ്ധതി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഇതെല്ലാമാണ് വയനാട് തുരങ്കപാതയും അതിൻ്റെ നിർമ്മാണ സാഹചര്യവും. ഇനി സംസാരിക്കേണ്ടത് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തെക്കുറിച്ചാണ്. 7/7/2026 എല്ലാവരെയും വിഷമത്തിലാഴ്ത്തിയ ഈ ദുരന്തം സംഭവിക്കുന്നത്. മേപ്പാടിയിൽ സംഭവിച്ച ഈ ദുരന്തത്തിന് കാരണം ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണോ, അല്ല ഇത് വെറും പ്രകൃതിക്ഷോഭം മാത്രമാണോ? മേപ്പാടി ചൂരൽമല റോഡിലാണ് അപകടം നടന്നിരിക്കുന്നത്. മീനാക്ഷി പാലത്തിന് സമീപം തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അപകട സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി ജില്ലാ കളക്ടറുടെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഉന്നയിച്ച ഉത്തരവിൻ്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ മണ്ണ് ശാസ്ത്രീയമായി നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. കൂടാതെ ദുരന്തത്തിന് വളരെ മുൻപ് തന്നെ തുരങ്കപാതയ്ക്കെതിരായി വലിയ പ്രതിഷേധങ്ങൾ പരിസ്ഥിതി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രദേശത്തെ ജിയോളജിക്കൽ ഹൈഡ്രോളജിക്കൽ സവിശേഷതകൾ പൂർണ്ണമായി കണക്കിലെടുക്കാതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുൻപ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ദുരന്തത്തിന് ശേഷം സർക്കാർ സ്വീകരിച്ച അടിയന്തര നടപടിക്രമങ്ങൾ നോക്കാം. ഒന്നാമതായി രക്ഷാപ്രവർത്തനവും അടിയന്തര യോഗവുമാണ്. ദുരന്തത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേന, NDRF, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണിൽ കുടുങ്ങിയവർക്കായി യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ദുരന്തബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതുപോലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ. കനത്ത മഴയെ തുടർന്നുണ്ടായ കാലാവസ്ഥാ ഭീഷണി കണക്കിലെടുത്ത് തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി നിർത്തിവെച്ചിരിക്കുകയാണ്. അടുത്തതായി വീഴ്ചകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുരങ്കം വെട്ടുമ്പോൾ ഉണ്ടാകുന്ന മണ്ണും പാറയും കൃത്യമായി മാറ്റണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടും കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ അത് നടപ്പിലാക്കിയില്ല എന്നതിൽ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ കടുത്ത വിമർശനവും അന്വേഷണവും ഉയർന്നിട്ടുണ്ട്. അവസാനമായി ചട്ടലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധന. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച 60 നിബന്ധനകളിൽ മണ്ണ് സംരക്ഷണം, തൊഴിലാളി സുരക്ഷ, ദുരന്ത നിവാരണം എന്നിവയുൾപ്പെടെയുള്ള 10ഓളം പ്രധാന വ്യവസ്ഥ കരാർ കമ്പനി ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി നിരീക്ഷണത്തിലാണ് നിലവിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. നിലവിൽ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 പേരും അതിഥി തൊഴിലാളികൾ. അതുപോലെ 5 പേരെ കാണാതായെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർക്കായുള്ള തിരച്ചിലും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ജനങ്ങൾക്ക് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരമാണ്. വയനാട് തുരങ്കപാത അശാസ്ത്രീയമായ ഒരു നിർമ്മിതി മാത്രമാണോ? പണിതു വച്ചിരിക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ ആമുഖം മാത്രമാണോ? ഉത്തരം അറിയാൻ ജനങ്ങൾക്ക് അവകാശവുമുണ്ട്. ഉത്തരം പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ.